മലക്കുന്നിലെ സംഘനിതം ലഘുവന്നു നേരുന്ന പൂക്കൻ വാസന നാമലക്കുന്നിലെ വെട്ടി നിറ തന്നെ മലകൾ പച്ചപുതപ്പിച്ച താഴ്വരയിൽ കൂട്ടമിട്ട ജനാശയ ശാന്തതയും ജീവികളും നീ തമ്മിലെ ഈ മരങ്ങൾ വെട്ടി നിറത്തന്നെ ഈ മലകൾ. മണി ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നിങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നാളെ നിർവഹിച്ചു. അതിനുശേഷം സാധനം ബഹുമാനപ്പെട്ട മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലൈബ്രറിക്ക് സ്ഥലം നൽകിയ ശ്രീ എം വില്യൻ കമ്പനിയും അതുപോലെ തന്നെ ആദ്യകാല പ്രസിഡന്റ് ശ്രീ KC ഫിലിപ്പ് എന്നിവരുടെ ഫോട്ടോയാണ് ശ്രീ പ്രസിഡന്റ് വാർത്തകൾ അനാച്ഛാദനം ചെയ്യുന്നത്. സ്ഥാപിതമായ എന്നാൽ നിർദ്ദേശിക്കപ്പെട്ട ഈ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത്
പ്രതീക്ഷയോടെ മത്സരിക്കുന്ന കേരളത്തിൻ്റെ സമാജത്തിനുള്ള നേതാവ് ശ്രീ ജോസ് കെ മാണി MP ിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഈ മേഖലയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞായിട്ടുള്ള പ്രിയമുള്ളവർ, ദീർഘമായി ഞാൻ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ലളിതമായി തന്നെ എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ്. എങ്കിൽ കൂടി നമുക്കറിയാം, അതിമനോഹരമായി അറിവിൻ്റെ, അതായത് നമുക്ക് എഴുത്തോലയും ആശാങ്കളരിയും സ്ലേറ്റും കല്ലുപെൻസിലും അതുപോലെ തന്നെ ഓലക്കെട്ടിടവും പനയോലയും തെങ്ങോലയും ഒക്കെ കെട്ടി ചെറിയ ഒരു ഷെഡിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് നമ്മളെല്ലാം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസാധനങ്ങളും കാളവണ്ടിയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അന്ന് നമ്മുടെ അമ്മമാര് ഗർഭിണിയാണെങ്കിൽ തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ വാഹനമില്ലാത്ത ഒരു കാലത്ത് പോയിട്ടുള്ള നമ്മുടെ പടപൊരിക്കലെ AP അട്ടൽ, അതുപോലെ മൺമറഞ്ഞിട്ടുള്ള നമ്മളെല്ലാം PD കൊച്ചിയേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പാഞ്ഞോട്ടി കൊച്ചിയേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുറച്ച് പൈസ ഞങ്ങളെല്ലാവരും കൂടി സമാഹരിച്ചു. ഈ തൊട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാര് ശ്രീ ജോയി, അവൻ ലൈബ്രറിയുടെ സെക്രട്ടറി, അതുപോലെ താലൂക്ക് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് നമ്മൾ ഒരു യോഗത്തിനകത്ത് ഇതിന്റെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയബന്ധിതമായി ഫണ്ട് അനുവദിച്ച് അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് എഗ്രിമെന്റ് വെപ്പിച്ച് ഒരു കോൺട്രാക്ടർ, നമ്മുടെ നാട്ടിലുള്ള തന്നെ ശശിധരൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ കൊണ്ട് ഇത് ഘട്ടഘട്ടങ്ങളിലായി സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ മാത്രമാണ് ഇന്നലെ പ്രവർത്തനമുള്ളത്. ഇതിന്റെ ഉദ്ഘാടനം, ഇതിന്റെ മറ്റ് പ്രോഗ്രാം ചാർജ് കാര്യമായിട്ട് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതുമെല്ലാം വായനയിലൂടെയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ മുളക്കുളം പഞ്ചായത്തിലെ കീഴൂർ പ്രദേശത്ത് ഒരു നല്ല വായനശാല ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. നമുക്കറിയാം, മൺമറഞ്ഞു പോയിട്ടുള്ള മദ്രാസ് മുൻ ഗവർണറും തിരുക്കൊച്ചിയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ AJ ജോണിന്റെ നാമോദയത്തിലുള്ള ഒരു വായനശാല നമ്മുടെ നാടിനകത്തും സാങ്കേതികമായി സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു. പാർട്ടി ഓഫീസ് ഇപ്പോൾ വന്നതാണ്. ഇതിനു മുമ്പ് സ്ഥാപിതമായ സ്ഥാപനമാണ്, എത്ര കാലങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സ്ഥാപനമാണ് ഇവിടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിനകത്ത് ഗുണപരമല്ലാത്ത ചില ചർച്ചകൾ ഉയർന്നു വരികയാണ്. സ്വാഭാവികമായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു വാഹനാപകടം ഉണ്ടായി. ആ വാഹനാപകടം ഉണ്ടായപ്പോൾ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടമായി. ആ നഷ്ടമായി നമുക്ക് ചെറുപ്പക്കാരന്റെ പേര് ഐസക് ജോർജ് എന്നാണ്. ഐസക് ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അവയവദാനം അടക്കം നടത്തി വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയമടക്കം മറ്റുള്ള ആളുകളുടെ ശരീരത്തിൽ തുടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഭാര്യയും അടക്കമുള്ള ആളുകൾ തീരുമാനമെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് നീങ്ങി. അതൊരു സങ്കുചിതമായ കാഴ്ചപ്പാടുള്ള ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ അതിന് മുമ്പ് താഴെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മനോഹരമായി ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രത്യേകം ഇതിന്റെ പിന്നിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഉത്തരവാദിത്തപ്പെട്ടവര് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ആസ്തി ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിന് പ്രയോറിറ്റി കൊടുക്കാതെ ഇതിങ്ങനെ കിടന്നപ്പോൾ ഇതിനെ സഹായിക്കുവാനായിട്ട് ഇവിടെ എത്തിയ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ TS ശരത്തിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും. വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് ലോക്സഭയിൽ നിൽക്കുമ്പോഴും രാജ്യസഭയിലുമാണ് നിരന്തരമായ ലൈബ്രറികളാകട്ടെ, സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്.
പ്രകാരം കേരള ക്ഷേത്രവാദ്യകല അക്കാദമിയുടെ ശങ്കരേന്ദ്ര ദീപുവിന്റെ മകളാണ്. SKPS +1 വിദ്യാർത്ഥിയാണ്. ഇംഗ്ലീഷ് കവിത അത് നമ്മുടെ ഈ പ്രദേശത്തെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നടക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ കീഴൂര് AJ ജോൺ മെമ്മോറിയൽ ലൈബ്രറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അവരുടെ സമ്മേളനമാണ് നടക്കുന്നത്. കൈയടി എല്ലാവരും കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്മരണ ഒരുപക്ഷെ തലയോലപ്പറമ്പിൽ ഇന്ന് നിലനിർത്തുന്നത് AJ ജോൺ സ്മാരക ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂളും അല്ലെങ്കിൽ തലയോലപ്പറമ്പ് പള്ളിക്കവലയിലെ ആ വെങ്കല പ്രതിമയും അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്രന്ഥശാലയാണ്. വാർഡ് മെമ്പർ അവർക്ക് ഈ പ്രത്യേക മീറ്റിംഗുടെ ബന്ധത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതിലെന്റെ മണ്ണു കുതിരട്ടെ പിളർക്കട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ.